അന്ന് ഓഫീസിൽ ഒരു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്ത് ഇറങ്ങിയപ്പോൾ നല്ലോണം വൈകിപ്പോയിരുന്നു. സമയം രാത്രി 11 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ആ വലിയ IT പാർക്കിൽ മിക്കവരും ജോലി കഴിഞ്ഞ് പോയിരുന്നു. ചുറ്റും ഒരൊറ്റ മനുഷ്യൻ പോലുമില്ലാത്ത അവസ്ഥ. ഞാൻ എന്റെ ബാഗും എടുത്ത് 12ാം നിലയിലുള്ള ഓഫീസിൽ നിന്നും ലിഫ്റ്റിന് മുന്നിലേക്ക് നടന്നു. ലിഫ്റ്റിന്റെ ബട്ടൺ അമർത്തിയപ്പോൾ ഒരു ചെറിയ ബീപ്പ് ശബ്ദത്തോടെ ലിഫ്റ്റ് വന്ന് തുറന്നു. ഉള്ളിൽ ആരുമില്ലായിരുന്നു. ഞാൻ അകത്തേക്ക് കയറി. ഗ്രൗണ്ട് ഫ്ലോർ ബട്ടൺ അമർത്തി. ലിഫ്റ്റ് താഴേക്ക് ചലിക്കാൻ തുടങ്ങി. 10ാം നിലയിൽ എത്തിയപ്പോൾ ലിഫ്റ്റ് നിന്നു. ഡോർ തുറന്നപ്പോൾ ഒരു വൃദ്ധൻ അകത്തേക്ക് കയറി. വെള്ളവസ്ത്രം ധരിച്ച വിളറിയ മുഖമുള്ള ഒരു മനുഷ്യൻ. അയാൾ വന്നിട്ട് ലിഫ്റ്റിന്റെ ഒരു മൂലയിലേക്ക് തിരിഞ്ഞു നിന്നു. എനിക്കെന്തോ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. 8ാം നിലയിലെത്തിയപ്പോൾ ലിഫ്റ്റ് വീണ്ടും നിന്നു. ഇത്തവണ ഒരു ചെറുപ്പക്കാരനും ഒരു സ്ത്രീയും കയറി. അവർ രണ്ടുപേരും എന്നെയോ ആ വൃദ്ധനെയോ നോക്കാതെ നേരെ മുന്നോട്ട് തന്നെ നോക്കി നിന്നു. ഓരോ നിലയിലും ലിഫ്റ്റ് നിൽക്കുമ്പോഴും ആളുകൾ കയറിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ ലിഫ്റ്റിനുള്ളിൽ ഞാനുൾപ്പെടെ 12 പേരുണ്ട്. ശ്വാസം വിടാൻ പോലും ഇടമില്ലാത്ത അത്രയും തിരക്ക്. അവിടെയാണ് എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നിയത്. ലിഫ്റ്റിൽ ഇത്രയും ആളുകൾ ഉണ്ടായിട്ടും അവിടെ ഒരു ശ്വാസശബ്ദം പോലും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ആരും പരസ്പരം നോക്കുന്നില്ല, അനങ്ങുന്നില്ല. എല്ലാവരും റോബോട്ടുകളെ പോലെ ഒരേ ദിശയിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഞാൻ മെല്ലെ ഫോൺ എടുത്ത് സമയം നോക്കി. പെട്ടെന്ന് എന്റെ ഫോണിലേക്ക് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് വന്നു. ഓഫീസിലെ സെക്യൂരിറ്റി ചേട്ടൻ രാഘവനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ലിഫ്റ്റിന്റെ കേബിൾ പൊട്ടി അത് താഴേക്ക് പതിച്ചെന്നും അതുകൊണ്ട് സ്റ്റെയർ വഴി ഇറങ്ങി വരാനുമുള്ള മെസ്സേജ് ആയിരുന്നു അത്. എന്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ കണ്ണുകൾ തിരുമ്മി വീണ്ടും മെസ്സേജ് വായിച്ചു. ഞാനപ്പോൾ നിൽക്കുന്നത് ഏത് ലിഫ്റ്റിലാണ്? ഞാൻ സാവധാനം തലയുയർത്തി ലിഫ്റ്റിന്റെ പൊക്കത്തേക്ക് നോക്കി. അവിടെ ഫ്ലോർ നമ്പറുകൾ കാണിക്കുന്നില്ലായിരുന്നു. പകരം ചുവന്ന അക്ഷരത്തിൽ ഹെൽ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഭയം കൊണ്ട് എന്റെ ശ്വാസം നിലച്ചു. ഞാൻ പതിയെ ലിഫ്റ്റിന്റെ വലിയ മിററിലേക്ക് നോക്കി. അതിൽ ഞാൻ കണ്ടത് എന്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെല്ലാം ചോരയിൽ കുളിച്ച വികൃത രൂപങ്ങളായിട്ടാണ്.